ഏറ്റവും മികച്ച ആരോഗ്യ ഇൻഷുറൻസ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ആശുപത്രിയിലെ ചിലവുകൾ ഇപ്പോൾ വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. ചെറിയ അസുഖങ്ങൾ വന്നാൽ തന്നെ 10,000 ചിലവാകുന്ന കാലവുമാണ്. ഇനി വലിയ രീതിയിലുള്ള സർജറികളോ ക്യാൻസർ പോലുള്ള ക്രിട്ടിക്കൽ അസുഖങ്ങളൊക്കെ വന്നുപെട്ടാൽ ഉള്ളത് മുഴുവൻ വിറ്റുപെറുക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലരും പറയുന്നു സർക്കാർ ആശുപത്രികളില്ലേ എന്ന്. എന്നാൽ തിരക്ക് കാരണം സ്ഥലമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ മികച്ച ചികിത്സ ലഭിക്കാനൊക്കെ തന്നെ പ്രൈവറ്റ് ആശുപത്രികളെയാണ് മലയാളികൾ സമീപിക്കാറുള്ളത്. ഇത്തരം സാഹചര്യത്തിൽ വലിയ തുക നമ്മുടെ കയ്യിൽ നിന്നും പോകുന്നുണ്ട്. ഈ അവസ്ഥയെ മറികടക്കാനാണ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കണം എന്ന് പറയുന്നത്. ഏത് കമ്പനിയുടെ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണമെന്നത് നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. നമ്മുടെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിൽ ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുന്ന ഇൻഷുറൻസുകൾ എടുക്കുന്നതാകും എപ്പോഴും നല്ലത്. ഇത്തരത്തിൽ നല്ല ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്ത് നോക്കി എത്ര പ്രീമിയം ആകും, ഏതെല്ലാം ഫീച്ചറുകൾ ഉണ്ടാകും എന്നെല്ലാം വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ട ലിങ്കും കാര്യങ്ങളും ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ലഭിക്കും. മലയാളത്തിൽ തന്നെ സംസാരിച്ച് സംശയ നിവാരണം നടത്താവുന്നതുമാണ്. മാത്രവുമല്ല ഓൺലൈൻ വഴി എടുക്കുമ്പോൾ 25% വരെ ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി ഞാൻ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എളുപ്പത്തിൽ തന്നെ പറഞ്ഞു തരാം. 10. കുറഞ്ഞ തുകയ്ക്ക് എങ്ങനെ ആരോഗ്യ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാം? ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഏത് വിധത്തിൽ എടുത്താലും ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 വിധത്തിൽ ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ഒന്ന്, നമുക്ക് പരിചയമുള്ള ഒരു ഏജന്റ് വഴി അല്ലെങ്കിൽ കമ്പനി വഴി. അതല്ലെങ്കിൽ ലാഭകരമായി ഓൺലൈനായിട്ട് വാങ്ങാവുന്നതുമാണ്. ഏജന്റ് വഴി പോകുമ്പോൾ ഒരു കമ്പനിയുടെ മാത്രം വിവരങ്ങളാണ് നമുക്ക് അറിയാൻ സാധിക്കുക. അതേസമയം ഓൺലൈനായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വിവിധ കമ്പനികളുടെ പ്ലാനുകളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ഇത് പരസ്പരം താരതമ്യം ചെയ്ത് കുറഞ്ഞ ചെലവിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കാനും നമുക്ക് കഴിയും. ഞാൻ നൽകിയ ലിങ്ക് വഴി ഇന്ത്യയിലെ പ്രശസ്തരായ ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് എടുക്കാവുന്നതാണ്. അതും 300 മുതൽ 400 രൂപ ചിലവിലൊക്കെ നമുക്ക് നല്ല ആരോഗ്യ ഇൻഷുറൻസുകൾ ഇവിടെ ലഭ്യവുമാണ്. 9. കണക്റ്റഡ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ. പുതിയ നിയമപ്രകാരം കണക്റ്റഡ് ആശുപത്രിയുടെ പ്രശ്നം ഇവിടെ വരുന്നില്ല. മുൻപ് ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്താൽ ആ ഇൻഷുറൻസ് ലഭിക്കുന്ന ആശുപത്രിയിൽ മാത്രം പോയി ചികിത്സ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അവിടെ നമുക്ക് ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തോടെ സംഗതി മാറി. ഇത് ഒരു ആശ്വാസമായി എന്ന് കരുതുന്നുണ്ടോ? കാര്യങ്ങൾ അങ്ങനെയല്ല. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിൽ നിരവധി പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുണ്ട്. കണക്റ്റഡ് ആശുപത്രികളാകുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിൽ ഒരു നല്ല ബന്ധമുണ്ടാകുമല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാകും. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവസ്ഥ. ഒരു പരിചയവുമില്ലാത്ത ആശുപത്രികളിൽ എത്തുന്നതോടെ പണം തരാൻ കമ്പനി തയ്യാറാണെന്ന് ഉറപ്പ് കൊടുത്താൽ മാത്രമേ ചികിത്സ പോലും അവർ നൽകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ബന്ധമുള്ള ആശുപത്രികളുമായി ബന്ധപ്പെട്ട കമ്പനിയോടത് എടുക്കുന്നതായിരിക്കും ഇവിടെ നല്ലത്. പുതിയ നിയമം വന്നതോടെ കമ്പനിയുടെ ലാഭത്തിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ പ്രീമിയം സംഖ്യ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇൻഷുറൻസ് എടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. 8. ക്യാഷ്ലെസ് ആണോ അതോ റീഇൻവേഴ്സ്മെന്റ് ആണോ നല്ലത്? ക്യാഷ്ലെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചികിത്സിക്കും, ശേഷം ഇൻഷുറൻസ് കമ്പനി പണം നൽകുകയും ചെയ്യും. അതേസമയം നമ്മൾ പണം അടച്ചതിന് ശേഷം പേപ്പറുകൾ സമർപ്പിച്ച് ഇൻഷുറൻസ് കമ്പനി നമുക്ക് പണം നൽകുന്ന രീതിയാണ് റീഇൻവേഴ്സ്മെന്റ്. അത് അത്ര നല്ലതല്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ കരുതേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഇതും ഒരു കണക്കിന് ഉപകാരം തന്നെയാണ്. 7. നമ്മുടെ ഇൻഷുറൻസിൽ കോപ്പേ ഉണ്ടോ എന്നാണ്. അതായത് ഉപഭോക്താവും കമ്പനിയും ഒരുപോലെ പണം അടയ്ക്കേണ്ട രീതിയാണ് ഈ കോപ്പേ. പ്രീമിയം തുക കുറവായിരിക്കും. ഒരു നിശ്ചിത ശതമാനം നമ്മളും ഒരു നിശ്ചിത ശതമാനം കമ്പനിയും പണം അടയ്ക്കുകയാണ് ഇവിടുത്തെ രീതി. ഇൻഷുറൻസ് പ്ലാനിൽ ഇതുണ്ടോ എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇവിടെ തന്നെ സോണൽ കോപ്പേ എന്നൊരു ഭാഗം കൂടിയുണ്ട്. ചിലയിടത്ത് നല്ല ചികിത്സ കിട്ടുമെങ്കിലും അവിടെ പണം കൂടുതലായിരിക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ കമ്പനി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് റൂം റെന്റ് ലിമിറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ആകെയുള്ള ഒരു ക്ലെയിം തുകയുണ്ടല്ലോ, അതിൻ്റെ 1% ലിമിറ്റുള്ള റൂമിൽ നമുക്ക് ഒരു ദിവസം വരെ താമസിക്കാൻ ഇതിലൂടെ കഴിയും. എല്ലായ്പ്പോഴും ഇങ്ങനെ ആകണമെന്നില്ല. സാധാരണ ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നതാണ് ഞാൻ പറയുന്നത്. ഉദാഹരണത്തിന് 10 ലക്ഷത്തിൻ്റെ ഒരു ഇൻഷുറൻസ് ആണെങ്കിൽ 10,000 രൂപ വില വരുന്ന മുറിയിൽ നമുക്ക് ഒരു ദിവസം കിടക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. 5. വെയിറ്റിംഗ് പീരീഡ് എത്ര വരും എന്നതാണ്. എല്ലാ ഇൻഷുറൻസ് ക്ലെയിമും കിട്ടണമെങ്കിൽ ഒരു കൃത്യസമയം ആവശ്യമാണ്. ഇത് ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ ആക്റ്റീവ് ആകുകയുള്ളൂ എന്ന് ഇൻഷുറൻസ് പേപ്പറിൽ പറയുന്നുണ്ടാകും. അതാണ് ഈ വെയിറ്റിംഗ് പീരീഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. കുറഞ്ഞത് 30 ദിവസം വരെയാണ് ഒരു സ്റ്റാൻഡേർഡ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകുക. അതേസമയം നമുക്ക് ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അത് തരാൻ കമ്പനി തയ്യാറാവുക തന്നെ ചെയ്യും. അടുത്തത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റൽ എക്സ്പെൻസ് ആരോഗ്യ ഇൻഷുറൻസ് പരിധിയിൽ വരുമോ എന്നതാണ്.
ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ചെലവ് വരുന്ന തുകയും ആശുപത്രി വിട്ടതിന് ശേഷം നമുക്ക് ചെലവ് വരുന്ന തുകയും ഒക്കെ ലഭ്യമാകുന്ന ഇൻഷുറൻസുകൾ ഇന്ന് കമ്പനികൾ നൽകാറുണ്ട്. അത് ഫിൽട്ടർ ഇട്ട് കണ്ടെത്തണം എന്ന് മാത്രം. അതും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. 3. ഡേ കെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ചികിത്സയൊക്കെ തന്നെ വളരെ അഡ്വാൻസ് ആയല്ലോ. ചില സർജറിക്കൊന്നും അഡ്മിഷൻ പോലും വേണ്ടി വരാറില്ല. സർജറി കഴിയുന്നു, അന്ന് തന്നെ നമ്മൾ വീട്ടിൽ പോവുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പൈൽസ് പോലുള്ള, അതുപോലെ ഹെർണിയ പോലുള്ള ഒക്കെ സർജറികൾ ഇങ്ങനെയാണല്ലോ. പക്ഷെ പല ഇൻഷുറൻസുകളിലും അഡ്മിഷൻ ഇല്ലെങ്കിൽ ക്ലെയിം കിട്ടാറുമില്ല. നമുക്ക് ഓപ്പറേഷൻ നടന്നു, ഇത്ര ചെലവായി എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഡേ കെയർ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് നേരത്തെ തന്നെ ഇൻഷുറൻസ് കമ്പനിയെ അറിയിച്ച് ക്ലെയിം നേടിയെടുക്കുകയും ചെയ്യണം. 2. എക്സ്ക്ലൂഷൻസ് എന്തൊക്കെയാണ് എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ചില ചികിത്സയ്ക്ക് കമ്പനി പണം നൽകിയെന്ന് വരില്ല. ഉദാഹരണത്തിന് നമ്മുടെ പല്ലിന് ഒരു ചികിത്സ ആവശ്യമുണ്ട്. അതിൻ്റെ ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിൽ ലഭ്യമാകാറില്ല. അതേസമയം അത് ആവശ്യമായ ഇൻഷുറൻസും നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ്. കോസ്മെറ്റിക് സർജറി പോലെയുള്ളവയൊന്നും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവില്ല. അത്തരം എക്സ്ക്ലൂഷൻസ് ഇവിടെ സർവ്വസാധാരണമാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട മെറ്റേണിറ്റി പ്ലാനിനെ കുറിച്ചാണ്. പിന്നെ മെറ്റേണിറ്റി കവറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. എല്ലാവരും നിർബന്ധമായും ആരോഗ്യ ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മെറ്റേണിറ്റി പ്ലാനാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞതിഥി വരുമ്പോൾ അതിനെ സന്തോഷത്തോടെ വരവേൽക്കണ്ടേ. അതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി പ്ലാന് കാര്യങ്ങളൊക്കെ നോക്കി തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാൻ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. മെറ്റേണിറ്റി കവറേജിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷമൊക്കെയാണ് വെയിറ്റിംഗ് പീരീഡ് പറയുന്നത്. പക്ഷേ ഞാൻ ഇവിടെ നൽകിയ ലിങ്കിലൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാത്രം കാണാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, വെറും 3 മാസത്തെ വെയിറ്റിംഗ് പീരീഡിൽ 50,000 രൂപ വരെ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള മെറ്റേണിറ്റി പ്ലാനുകൾ വരെ ഇവിടെയുണ്ട്. 5 മാസമോ ഇനി 6 മാസമോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ ഇപ്പോൾ എടുത്താൽ പോലും പ്രസവത്തിൽ ആരോഗ്യ പരിരക്ഷ ഒരുക്കാൻ സാധിക്കുന്ന പ്ലാനുകൾ വരെ ഈ കൂട്ടത്തിൽ കാണാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. എന്തെങ്കിലും അസുഖം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗത്തിനോ ഉണ്ടെങ്കിൽ പോലും ഇൻഷുറൻസ് കിട്ടാൻ അതൊരു തടസ്സമാകുകയുമില്ല. മാസം ചെറിയ തുക വെച്ച് അടയ്ക്കുകയാണെങ്കിൽ, അതായത് 300-400 രൂപ വെച്ചൊക്കെ അടയ്ക്കുകയാണെങ്കിൽ കോടികളുടെ കവറേജുകളുള്ള പ്ലാനുകൾ സ്വന്തമാക്കാൻ ഇവിടെ അവസരമുണ്ട്. മാത്രവുമല്ല, അന്താരാഷ്ട്ര തലത്തിൽ വിവിധ ആശുപത്രിയിലും ചികിത്സാ സൗകര്യം ഉറപ്പാക്കുന്ന തരം പ്ലാനുകളും ഇവിടെ കാണാം. അതൊക്കെ നോക്കി തിരഞ്ഞെടുക്കണം എന്ന് മാത്രം. ഈ കമ്പനിയുടേത് എടുക്കണമെന്നോ ഈ പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കണമെന്നോ ഞാൻ പറയുന്നില്ല. ഇന്ത്യയിലെ മികച്ച കമ്പനികളിലെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് തന്നെയാണ് എടുത്തു വെക്കേണ്ടത്. എന്തായാലും ഒന്ന് നിർബന്ധമായിട്ട് വേണം എന്ന് മാത്രം. നമ്മളൊരു ഏജൻറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതെങ്കിൽ അദ്ദേഹം പറയുന്ന കമ്പനിയെ മാത്രമേ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഞാൻ നൽകിയ ലിങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. 30 മിനിറ്റിനുള്ളിൽ തന്നെ ക്ലെയിം സപ്പോർട്ടും ഒരു റിലേഷൻ മാനേജറെയും കമ്പനി നിങ്ങൾക്ക് നൽകും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പർ വർക്ക്സും ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. ഇപ്പോഴത്തെ കാലത്ത് ആശുപത്രിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽപ്പ് ഡെസ്ക് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ധാരാളമാണ്. പിന്നെ നിങ്ങൾക്കുള്ളത് ഒരു കോർപ്പറേറ്റീവ് ഇൻഷുറൻസ് ആണെങ്കിൽ തന്നെ അതിലൂടെ നിങ്ങൾക്ക് 2 മുതൽ 3 ലക്ഷത്തിൻ്റെ കവറേജ് മാത്രമായിരിക്കും ലഭ്യമാകുക. ഓർഗനൈസേഷൻ മാറുമ്പോൾ അത് ക്യാൻസലായി പോകുകയും ചെയ്യും. ഈ അവസരത്തിൽ ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് നല്ല കവറേജ് ഉള്ളത് തന്നെ എടുത്തു വെക്കണം. 25% വരെ ഡിസ്കൗണ്ടിൽ വിശ്വാസയോഗ്യമായ രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇഷ്ടമുള്ള കമ്പനിയോട് എടുക്കാനുള്ള ലിങ്കാണ് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൽ കയറി നോക്കാം, താരതമ്യം ചെയ്യാം. നമ്പർ നൽകിയാൽ അവരുടെ കസ്റ്റമർ കെയറിൽ നിന്ന് കോൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും അവസരമുണ്ട്. ബോധ്യപ്പെട്ട ശേഷം മാത്രം ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കുകയും ചെയ്യാം. നിങ്ങളിൽ ആരെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും എടുത്തു വെക്കാൻ ശ്രദ്ധിക്കുക. അത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക.